കുഴലുക്ക് തെങ്ങാപ്പൂ പോലെ കൊണ്ട കലന്തിട നെഞ്ച് തുടിക്കിത് മനസ്സ് മാമട്ടിച്ചെടുത്തതോ സമരസം ചെയ്യ വന്നാനേ ചിന്ന ചിന്ന ചന്ദാനേ ഇത് കാണാതില്ലേ എന്റെ കാതിൽ ചൊല്ലി അവരെഞ്ചുന്നുണ്ട് ബാക്കെന്ന് പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് തെനാലി മൂവിയിലെ ആ നെക്സ്റ്റ് സോങ് ആണ്. കഴിഞ്ഞ സീൻ ഇങ്ങനെ ത്രൂ ഔട്ട് ആ ഒരു കോമഡി രീതിയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മൾ ശരിക്കും ഇഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു സോങ്ങിലേക്ക് നമുക്ക് പോയി. ഇന്നത്തെ സോങ്സ് ഒന്നും മിസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സോങ്ങിന്റെ പേര് പറഞ്ഞേക്കുന്നത് അലങ്കട്ടി മഴ എന്നാണ്. അതായത് ആലിപ്പഴം ആ ഒരു സംഭവം. കാരണം വീഴുന്ന സൗണ്ട് ഒക്കെ കേട്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ല ആ സോങ് തുടങ്ങുന്നത്. നമുക്ക് നല്ല സോങ് ഇടുവാം. തുടങ്ങാം. அண்ணி பாடுங்களே பாடுங்களே കുട്ടിയാണോ പാടാ? വച്ചോ എത്ര എണ്ണം കഴിക്കുന്നതാ? சின்ன சின்ன சண்டை சமாதானமாச்சா பழச மறந்து அதுக்கு வந்தாச்சு மறந்து அதோட போயாச்சு സൗണ്ട് അതെ അതെ இது நிரந்தரமென நிலச்சிருக்கணும். ஐயாடா இது நிலச்சிட ஒரு மரம் கிடைக்கணும். ആ ഡ്രസ്സിംഗ് സ്റ്റൈലും അങ്ങനെയല്ലേ? ക്യാരക്ടർ പിടിക്കാൻ നോക്കിയിട്ട് മാക്സിമം അവിടുന്ന് മാറാണ്ട് ഇവര് പാട്ടിലും ഉണ്ടാ. അതായത് പുള്ളിക്കാരുടെ ഡ്രസ് അല്ലല്ലോ ഇത്, ലൂസൊക്കെ അല്ലേ? കുടുംബം കൊറേ ആൾക്കാർ പാടിയുണ്ട്. பக்கம் மேலும் பாறையேனோ குழலுக்கு தேங்காப்பூ போல கொண்ட கலந்திட நெஞ்சு துடிக்கிது குழலுக்கு தேங்காப்பூ போல உண்டை கலந்திட நெஞ்சு துடிக்கிது. ഇങ്ങനത്തെ സാധനങ്ങള് ലാലേട്ടന്റെ കുറെ ബാലൻസും തോന്നുന്നു ഈ കാണിച്ചൊക്കെ അല്ലേ? ജനമണ്ട മറ്റേ ചെല്ലക്കാറ്റ് സോങ് ഇല്ല അതിന്റെ അകത്തുള്ളൂ ലുക്കന്നെ മാറ്റി.
பானையில பழம் பறிச்சு விதையில தன்ன வளர்க்க ஆரேனும் ஆசைப்பட்டால் ஆகுமோ சொல். உள்ளங்கை என்ற ரேகைகள் பலன் ஒன்றாகுமே. கவிதை போல் உள்ள குடும்பத்தில் நானும் ஒரு வார்த்தை ஆகலாம். ഓ കവിത പോലുള്ള കുടുംബത്തിൽ നല്ല ലിറിക്സും. മീനിങ് ഉണ്ടല്ല. இன்று விட்ட மனசு பலமுட்டு சேர்ந்துட்டு சமரசம் செய்ய கண்ணாடி வந்தானே சின்ன சின்ன എന്നോട് ചോദ வந்தானே. இது காணவில்லை என்று காதில் சொல்லும் അവര് എൻജോയ് ചെയ്യുന്നുണ്ട് ബാക്കിന്ന് കണ്ടായിരുന്നോ? இது நிரந்தரம் என்று வாரம் தருந்தவர். ஐயோ Jump. Yes, boss. ജംപ് യെസ് ബോസ്. കൊള്ളക്കാരവര്. അവര് സൈക്കാട്രി ഡോക്ടേഴ്സ് ആണ് ആരാന്നുള്ള അത്രയും സീനിയർ ആയിട്ടുള്ള ഡോക്ടറും ഉണ്ട്, അതിന്റെ കൂടെ അസിസ്റ്റന്റ് രണ്ടും കണക്കാണ്. പക്ഷെ എന്തായാലും നമ്മുടെ വായ ഇത് ഇവിടെ വേനെടുക്കുന്നു അറിയോ തിരിച്ചിട്ട് അങ്ങനത്തെ അതായത് സോങ് ആയാലും സീനായാലും എല്ലാത്തിനും ആ ഒരു കോമഡി എലിമെന്റ്സ് നല്ലോണം. പ്രത്യേകിച്ച് നമ്മളില്ലേ ഇതിലെ സീന് കാണുന്നതിനേക്കാളും അവരെ കുറിച്ച് ആലോചിക്കില്ല, അപ്പോൾ നമുക്ക് ചിരി വരിക. കാരണം ഇവരെന്തിനാണ് ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നുള്ളത് നമുക്ക് വല്ലാത്ത. പക്ഷെ നല്ല മീനിങ് കേട്ടോ. അതായത് ആ ഒരു പാട്ടിൽ എനിക്ക് തോന്നുന്നത് ഇനി ഒരു കാരണം പുള്ളിക്കാരന്റെ കിട്ടാത്തൊരു സാധനം ഫാമിലി അല്ലേ, കാരണം നഷ്ടപ്പെട്ടു ചെറുപ്പത്തിലെ. അപ്പൊ ഇനി ഈ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഇനി പുള്ളിക്കാരൻ മാറും. കാരണം ആൾക്കെന്ന് പറയുന്നത് മറ്റേ രീതിയിലുള്ള അസുഖം ഇല്ല. കാരണം വെച്ചാൽ ആ ഒരു ഭയമാണ് മെയിൻ ആയിട്ടുള്ളത്. ആ ഭയത്തിൽ നിന്ന് ഉണ്ടാവുന്ന വേറെ പ്രശ്നങ്ങളാണ് ശരിക്കും നമുക്ക് കാണുമ്പോൾ വേറെ എന്തോ രോഗമുള്ള പോലെ കാരണം എന്താ തോന്നുന്നത്. വെച്ചാൽ മറ്റേ ഡോക്ടർ സീനിയർ ഡോക്ടറൊക്കെ ഏകദേശം കുറെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ മാറ്റാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനൊരു ഹൈ പേഷ്യന്റ് പോലെയാണ് അവര് കരുതുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ മിസ് ചെയ്യുന്ന സംഭവമാണ് ഫാമിലി. പക്ഷെ അവിടുത്തെ ഗുഡ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഫാമിലിയിലുള്ള രണ്ട് ലേഡീസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. കുട്ടികളും നല്ല കമ്പനിയാണ്, കുട്ടികളും കമ്പനിയാണ്. ആകെ ചെറാമേട്ടിന്റെ മാത്രം അതെന്ന് വെച്ചാൽ പേഷ്യന്റ് ഒബ്വിയസ്ലി അല്ല അത് മാത്രല്ല വൈഫ് ഉണ്ട് കൂടെ, അത് കൂടാതെ പെങ്ങളും ഉണ്ട്. അപ്പൊ വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ ഇപ്പൊ ഓൾറെഡി ജയറാമേട്ടന് അറിയാലോ ഇത് പേഷ്യന്റ് ആണെന്നുള്ള. ഇപ്പൊ നോർമൽ ആണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ആളുടെ ആ ഒരു സംഭവം കാണിക്കും. പിന്നെ അതിൽ ആ ഒരു വരിയെന്നല്ലേ കവിത പോലുള്ള ഈ ഒരു കുടുംബത്തിലോട്ട് ഞാനും ഒരു വാർത്ത ആയിക്കോട്ടെ എന്നുള്ള രീതി നല്ല കിടില ലൈനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്കും ഭയങ്കര അത് ക്യൂട്ട് അല്ലെ, ക്യൂട്ട് സോങ്ങിന്റെ ഏകദേശം ഒരു മാസം എനിക്ക് ഈ വെക്കേഷൻ മോഡിൽ തന്നെ ആയിരിക്കും പടം പോകാൻ പോകുന്നത് കേട്ടോ. കാരണം ഒരു മാസം വെക്കേഷൻ വന്നല്ലേ പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഇനിയിപ്പോ വേറെ ലവ് ട്രാക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും, നമുക്ക് നോക്കാം. എന്തായാലും രക്ഷയില്ല. ശരിക്കും ഇത് സോങ് കാണുന്നുണ്ടെങ്കിൽ ഒരു സീൻ കണ്ട ഒരു ഫീൽ ആയിരുന്നു, ഒരുമിച്ച് കാണുന്ന ഒരു ഫീലാണ്. കാരണം ചിരിക്കാനും ഉണ്ട് അതിന്റെ കൂടെ. അതുകൊണ്ടാണ് നമ്മളെ മിസ് ചെയ്യണ്ടെന്നും വിചാരിച്ചത്. കാരണം എന്ന് വെച്ചാൽ അത് ആ ഒരു മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്ത് പോയെങ്കിൽ മാത്രമാണ് അപ്കമിങ് സീൻ അത് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്സിങ് തോന്നാനും സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത സീനിൽ കാണാം.